അച്ഛൻ ഹരീഷിൻ്റെ സംസാരം കേട്ടിട്ട് ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എണീറ്റ് പോവാണ്. എന്നിട്ട് പറയും, ഭാസ്കരൻ്റെ കാശുണ്ടറാ, ഭാസ്കരൻ ജീവിക്കും. കാശില്ലാത്താകുമ്പോൾ 2 ദിവസം ടിപ്പർ ഓടിക്കാൻ പോകും. പിന്നെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. പറ്റില്ലെങ്കിൽ നീയൊക്കെ പോയിക്കോ ഈ വീട്ടിൽ നിന്ന്. അതും പറഞ്ഞ് അച്ഛൻ പോയി കഴിയുമ്പോൾ സുഭാഷ് പറയും, ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എണീപ്പിച്ച് വിടാൻ പാടില്ലടാ. ഹരീഷ് പറയും, അയാൾ ഈ വീട്ടിൽ നിന്ന് പോയാലേ ഈ വീട് റെഡിയാവും. നികേഷും ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയാണ്. നികേഷ് പറയും, ഈ വീട് പഴയ പോലെ നരകമായി ചേട്ടാ. ഇനി എല്ലാവരും ഇവിടുത്തെ വഴക്ക് കണ്ട് ചിരിക്കും. നിധി റൂമിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരി റൂമിലേക്ക് വരികയാണ്. നിധിയോട് ചോദിക്കും, എന്താ ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞത്? നിധി പറയും, വിശപ്പില്ല. ഇവിടുത്തെ ഭക്ഷണം നല്ലതല്ല അല്ലേ? പണ്ടേ എനിക്കും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. ഇവിടുത്തെ റൂംമേറ്റ് വന്നില്ലേ? നിധി പറയും, രാവിലെ കണ്ടിരുന്നു, രാത്രി കണ്ടില്ല. കൂട്ടുകാരി പറയും, അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. ഞാൻ റൂം മാറാൻ പറ്റുമെന്ന് നോക്കട്ടെ. എൻ്റെ റൂമിലൊരു ഹിന്ദിക്കാരിയാണ്, അവളോട് ഞാൻ എന്ത് സംസാരിക്കാനാ? ഇവിടെ ആകുമ്പോൾ നമുക്ക് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. ആ സമയത്ത് റൂമിന് നേരെ ഒരു ബലൂണിൽ ഐ ആം സോറി എന്ന് എഴുതിയത് പൊന്തി വരികയാണ്. അത് കണ്ട് കൂട്ടുകാരി ഞെട്ടി നിൽക്കുമ്പോൾ നിധി പുറത്തോട്ട് നോക്കും. ഒരു ചരടും പിടിച്ച് നിൽക്കുന്ന സുധിയാണ് കാണുന്നത്. നിധി നേരെ പുറത്തിറങ്ങിയിട്ട് സുധിയോട് ചൂടായി സംസാരിക്കുകയാണ്. സുധി വരും, ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും. നിധി പറയും, ഏതോ തമിഴ് സിനിമയും കണ്ട് അതിലെ സീനുകളായിട്ട് ഇറങ്ങിയതാ. സുധി പിന്നെയും നിധിയോട് ക്ഷമിക്കാൻ ആവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെങ്കിലും ഒന്ന് പറ. നിധി പോയി കഴിയുമ്പോൾ ചുറ്റുമുള്ള പെൺകുട്ടികളോട് സുധി പറയും, നിധിയുടെ കൂട്ടുകാരികളല്ലേ, ഒന്നും പറയോ എന്നോട് ക്ഷമിക്കാൻ? നിധിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും. നിധി റൂമിലെത്തുമ്പോൾ അവർ പറയും, ഇങ്ങനെ തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അതിൽ പക്ഷേ റിലേറ്റീവ് അല്ല, കാമുകനാണ്, ഒന്ന് ക്ഷമിച്ചു കൊടുത്തൂടെ? കൂട്ടുകാരി പറയും, ആ വന്നതല്ലേ ഉള്ളൂ അവൾ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ റാഗിയല്ലേ, നിങ്ങളെല്ലാവരും റൂമിലേക്ക് പോയിക്കോ. കൂട്ടുകാരി നിധിയോട് കാര്യം ചോദിക്കുമ്പോൾ നിധി പറയും, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്. അച്ഛൻ ചായക്കടയിൽ ചായ കുടിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് ഗംഗാധരനും കൂടെ വരും. ഗംഗാധരൻ ചായക്ക് പറയുമ്പോൾ അച്ഛൻ പറയും, ആദ്യം ഞാനാ ചായക്ക് പറഞ്ഞു, ആദ്യം ചായ എനിക്ക് തരണം. ചായക്കടക്കാരൻ പറയും, തരാം. അയാൾ 2 ചായ എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് ബിസ്ക്കറ്റ് വാങ്ങാൻ വരും. സുഭാഷിനോട് ചോദിക്കും, അവിടുത്തെ പെൺകുട്ടി ആ വീട് വിട്ട് പോയോ? സുഭാഷ് പറയും, വീട് വിട്ട് പോയിട്ടൊന്നുമില്ല. ചായ കുടിക്കാനിരിക്കുന്ന മറ്റൊരാൾ പറയും, പോയി എന്നാണല്ലോ കേട്ടത്. സുഭാഷ് അതിന് മറുപടിയൊന്നും പറയുന്നില്ല. ചായക്കടക്കാരൻ പറയും, ഇത്രയും കാലം അവിടെ നിന്നത് തന്നെ വലിയ കാര്യം, ഇനി ഇങ്ങോട്ട് വരില്ലേ? സുഭാഷ് മറുപടിയൊന്നും പറയാതെ സാധനം വാങ്ങി പോവാണ്. ഇതൊക്കെ കേട്ട് ഗംഗാധരൻ ഇങ്ങനെ ചിരിക്കും. അച്ഛൻ പറയും, ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ? അതും പറഞ്ഞ് ഗംഗാധരനെ കൂട്ടിക്കൊണ്ടുപോവാണ് അച്ഛൻ. എന്നിട്ട് പറയും, നിൻ്റെ മരുമോള് എൻ്റെ വീട്ടിൽ വരുന്ന കാര്യം മുതൽ ഞാൻ പറയാം, ഇവിടെ എല്ലാവരും കേൾക്കട്ടെ, എത്ര തവണ വന്നു, എല്ലാ കാര്യങ്ങളും പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗംഗാധരന് പേടിയാവും. ഗംഗാധരൻ പറയും, വെറുതെ അനാവശ്യം ഒന്ന് വിളിച്ചു പറയരുത്, നിനക്ക് എൻ്റെ വീട്ടിലെ കുട്ടികളെ പറ്റി പറയാമല്ലേ, ഈ നാട്ടുകാരും കേൾക്കട്ടെ. ചായക്കടയിൽ നിന്ന് ആളുകൾ എന്താ കാര്യമെന്ന് അച്ഛനോട് ഇങ്ങനെ ചോദിക്കും. ഗംഗാധരൻ പറയും, നിങ്ങളുടെ പണി നോക്ക്, ഇവൻ വെറുതെ ഓരോന്ന് പറയാണ്. അച്ഛൻ പറയും, ഇനി എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഇത് ഓർമ്മ വേണം. സുഭാഷ് വീട്ടിലെത്തുമ്പോൾ നികേഷ് എണീറ്റിട്ടുണ്ടാവില്ല. നികേഷിനെ തട്ടി ഉണർത്തി നോക്കുമ്പോൾ നികേഷിന് പനിക്കുന്നുണ്ടാവും. സുഭാഷ് ഒരു ഗുളിക എടുത്ത് നികേഷിന് കൊടുക്കും. ഹരീഷ് നികേഷിനോടൊരു നന്നായിട്ടൊന്ന് വിശ്രമിച്ചാൽ മതി, അതും പറഞ്ഞ് ഹരീഷ് ജോലിക്ക് പോവാണ്. സുഭാഷ് പറയും, ഞാനിന്ന് ലീവ് എടുക്കാം. നികേഷ് പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ. സുധീഷ് പറയും, അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഞാനുണ്ടല്ലോ. സുഭാഷ് എന്തൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ സുധി പറയും, അതൊക്കെ എനിക്കറിയാം. സുഭാഷ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സുധീഷ് ചോദിക്കും, നിധി എങ്ങനെ വിളിച്ചിരുന്നോ? സുഭാഷ് പറയും, ഇല്ല. സുഭാഷ് പോയി കഴിയുമ്പോൾ നികേഷിനോട് സുധി ഇക്കാര്യം ചോദിക്കും. നികേഷ് പറയും, എന്നെ വിളിച്ചതൊന്നുമില്ല. സുധി പറയും, നിനക്കൊന്ന് അങ്ങോട്ട് വിളിച്ചൂടെ, എന്നിട്ട് പനിക്കുന്ന കാര്യം പറ, അവളിങ്ങോട്ട് ഓടിയെത്തും. നികേഷ് പറയും, എനിക്കാവില്ല ഇങ്ങനെ നാടകം കളിക്കാൻ, സുധീഷേട്ടന് വേണമെങ്കിൽ സുധീഷേട്ടൻ വിളിച്ചോ. സുധി പറയും, നീ ഇള്ള കുട്ടിയല്ലേ, എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ തന്നെ പനിക്കേ. അത് പറഞ്ഞ് സുധി സോഫയിൽ പോയി ഇരിക്കുകയാണ്. നിധി ഓഫീസിലെത്തി ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സുഭാഷ് ഫോൺ വിളിക്കും. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ സുഭാഷ് പറയും, മോൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം, അവിടെ നിൽക്കാൻ വരണമെന്ന് നിർബന്ധിക്കുകയല്ല, അവിടേക്ക് ഒന്ന് വന്നു പോവാം. എന്ത് പ്രശ്നം വന്നാലും ഒരു വശത്ത് സുഭാഷ് ചേട്ടനുണ്ടെന്ന് ഓർക്കണം. അത് കേൾക്കുമ്പോൾ നിധിക്കൊരു സമാധാനം തോന്നും.